ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 28 അധ്യായത്തിലെ 18-19 തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെടുന്നു: യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. അധികാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയപ്പെടുന്നത്. എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. മലമുകളിൽ കയറ്റി നിർത്തി ലോകത്തിലെ സകല രാജ്യങ്ങളും അവയുടെ പ്രതാപവും ക്ഷണനേരം കൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് അവയുടെ മേലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നീ എന്നെ ഒന്ന് തലകുമ്പിട്ടൊന്ന് ആരാധിച്ചാൽ മതി എന്ന് ഒരു പ്രലോഭനം യേശുവിനുണ്ടായിരുന്നു. ഇവിടെ മേൽ സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് സാത്താൻ്റെ ന്യായവാദം. അതെങ്ങനെ തൻ്റേതാണെന്ന് അവകാശപ്പെടാൻ തിന്മയുടെ ശക്തിക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്നാൽ നുണയനും നുണയുടെ പിതാവുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിശാചി ഈ പറഞ്ഞത് സത്യമാണെന്ന് കരുതേണ്ടി വരും. കാരണം മനുഷ്യൻ്റെയും മനുഷ്യനിർമ്മിതമായ എല്ലാറ്റിനെയും മേലുള്ള അധികാരം സാത്താന് ദൈവം നൽകിയതല്ല, മറിച്ച് തൻ്റെ ദൈവനിഷേധപരമായ ദുഷ്കർമ്മങ്ങളിലൂടെ മനുഷ്യൻ തന്നെയാണ് അത് ചെയ്തത്. ഈ ലോകത്തിൻ്റെ അധികാരി എന്നാണ് യേശു തന്നെ തിന്മയുടെ ശക്തിയെ വിശേഷിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 16 അധ്യായത്തിലെ 11 തിരുവചനത്തിൽ പറയാണ്, ഈ ലോകത്തിൻ്റെ അധികാരി എന്നാണ് സാത്താനെ ദൈവം വിശേഷിപ്പിച്ചുള്ളത്. അധികാരത്തിലേറാനും നിലനിർത്താനുള്ള ചിലരുടെ വഴിവിട്ട ശ്രമങ്ങൾ ലോകത്തെങ്ങും അനേകം തിന്മകളേക്ക് വഴിയൊരുക്കി വിട്ടിട്ടുണ്ട്. പിറന്നു വീഴുന്ന രക്ഷകൻ തൻ്റെ അധികാരത്തിന് ഭീഷണിയാവുന്ന ഭയന്ന് ആ ഒരു ദേശത്തെ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയ ഹേരോദോസ് തൻ്റെ അധികാരം ഭദ്രമാക്കാനായിട്ട് നിരപരാധിയായ കൊച്ചു കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുത്തു. അവിടെയും അധികാരം തന്നെയാണ്. ഈ അധികാരത്തിന് വേണ്ടിയാണ് എവിടെയും നമ്മുടെ ഈ ഇന്നത്തെ ജീവിതത്തിലും അധികാരം തന്നെയാണ് എല്ലാത്തിൻ്റെയും ഒരു മറ്റുള്ള പ്രലോഭനങ്ങൾക്കും പാപങ്ങൾക്കും ഹേതുവായി തീരുകൊണ്ടിരിക്കുന്നത്. അന്ന് പിലാത്തോസ് കൈ കഴുകി അധികാരത്തിൻ്റെതായ അവസ്ഥ എത്രമാത്രം ദുഷ്പിക്കാന്നതിന് ലോകത്തെ സുവിശേഷങ്ങളുടെ നിരസാക്ഷ്യങ്ങളാണ്. ലോകത്ത് ഇന്നോളം ഉണ്ടായിട്ടുള്ള മിക്കവാറും യുദ്ധങ്ങളും രക്തച്ചൊരിച്ചിലുകളും എല്ലാം ഹേതുവായത് പലരുടെയും അധികാര ഭ്രമം മാത്രമാണ്. ഭൗതികമായ നേട്ടങ്ങൾക്കും ഉയർന്ന അധികാര സ്ഥാനങ്ങൾക്കും വേണ്ടി തിന്മയോട് ഒത്തുതീർപ്പുണ്ടാക്കാൻ നടത്തുന്ന ഭരണകർത്താക്കളും ആത്മീയ നേതാക്കളുമൊക്കെ മൂന്നാമത്തെ പ്രലോഭനത്തിലാണ് വീണു പോകുന്നത്. അധികാരത്തിൻ്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി യാതൊരു തത്വദീക്ഷയുമില്ലാത്ത പെരുമാറുന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും എണ്ണം പെരുകി വരുന്നത് ശുഭസൂചനയൊന്നുമല്ല. അധികാരങ്ങളെല്ലാം ദൈവനിയോഗമാണെന്നും അവ ശുശ്രൂഷയ്ക്കുള്ള അവസരമാണെന്നുള്ള ക്രിസ്തുപാഠം വിസ്മയിച്ചു കൊണ്ടിരിക്കുന്നു. അധികാര സ്ഥാനങ്ങൾ വളഞ്ഞ വഴിയിൽ കൂടി നേടിയെടുക്കാം, മറിച്ച് ദൈവനിശ്ചയപ്രകാരം വന്നു ചേരുകയാണ് വേണ്ടത്. കുറുക്ക് വഴികളിലൂടെ സ്വന്തമാക്കുന്ന കിരീടങ്ങളും സ്ഥാനമാനങ്ങളും ഫലകങ്ങളും ജീവിതത്തിന് നിരന്തരം അസ്വസ്ഥതകളെ മാത്രമേ സമ്മാനിക്കുന്നുള്ള സത്യം തിരിച്ചറിയണം പ്രിയമുള്ളവരെ. തന്നോട് തന്നെയുള്ള യുദ്ധമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യുദ്ധം എന്ന ഒരു നിരീക്ഷണമുണ്ട്. അതിൽ വിജയം വരിക്കുന്നവനാണ് ഏറ്റവും വലിയ വിജയം. ഓരോ പ്രലോഭന വേളയിലും ഒരുവൻ ഏർപ്പെട്ടിരിക്കുന്നത് ഈ പോരാട്ടത്തിലേക്കായിരിക്കണം. അങ്ങനെ ആവാൻ പാടൂ. തിന്മയോട് ഒരു കാരണവശാലും പക്ഷം ചേരുകയല്ല എന്ന ധീരമായ തീരുമാനത്തിലൂടെയാണ് നമ്മുടെ യുദ്ധം ചെയ്യേണ്ടത്.
ഞാൻ ഒരിക്കലും തിന്മയുടെ പക്ഷത്തേക്ക് പോകില്ല എന്ന ശക്തമായ ഉദ്ദേശത്തോടുകൂടി യുദ്ധം ചെയ്യണം. അങ്ങനെ തൻ്റെ മേൽ തന്നെ നേടിയെടുക്കുന്ന അധികാരമാണ് ഏറ്റവും മൂല്യവത്തമായ അധികാരം. ഏത് പ്രതികൂല സാഹചര്യങ്ങളാവട്ടെ, പ്രലോഭനങ്ങളാവട്ടെ, അവയിലെല്ലാം താൻ എടുക്കുന്ന തീരുമാനങ്ങളിന്മേൽ ലോകത്തിൻ്റെ വശീകരണങ്ങൾക്ക് വിധേയപ്പെടാതെ സ്വയം അധികാരം നിലനിർത്തുന്ന വ്യക്തി തൽക്കാലത്തേക്ക് പരാജിതനാകാമെങ്കിലും വിഡ്ഢിയായി മാറാമെങ്കിലും അയാളാണ് ആത്യന്തികമായി വിജയിയായി മാറുക കർത്താവിൻ്റെ മുമ്പിൽ. യഥാർത്ഥ അധികാരം തിന്മയുടെ മുമ്പിൽ തലകനിച്ച് ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായി നേടിയെടുക്കുന്നതല്ല, മറിച്ച് തിന്മയുടെ മേൽ വിജയം വരിച്ച് നേടിയെടുക്കേണ്ടതാണെന്ന ബോധ്യം അന്നും എന്നും യേശുവിനുണ്ടായിരുന്നു. ആ മാർഗം തന്നെയാണ് യേശു കാണിച്ചു തന്നിട്ടുള്ളത്. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും മനുഷ്യപുത്രൻ എന്ന നിലയിലുണ്ടായേക്കാവുന്ന സകലവിധ പരീക്ഷണങ്ങളിലൂടെയും അവിടുന്ന് കടന്നുപോയി. കുരിശിൽ ആത്യന്തികമായി യേശു വിജയം വരിച്ചു. തൻ്റെ ഹിതത്തിന്മേലുള്ള അധികാരം പൂർണ്ണമായും ദൈവത്തിന് ഭാരമേൽപ്പിക്കുന്ന വ്യക്തിക്കാണ് ആത്യന്തിക വിജയം എന്ന് ഉയർപ്പിലൂടെ അവൻ തെളിയിച്ചു കാണിച്ചു തന്നു. താനാണ് അധികാരി എന്ന് പ്രലോഭനത്തിന് മുകളിൽ പിശാച് നടത്തിയ അവകാശവാദത്തിന് മറ്റൊരു മലമുകളിൽ നിന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വിജയശ്രീലാദനായിട്ട് മറുപടി കൊടുത്തിട്ടാണ് അവൻ സ്വർഗാരോധനാകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-18 തിരുവചനം അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. യേശു അവരെ സമീപിച്ചു, അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയൊരു വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അധികാരം ഭൗതികമായ അധികാരമല്ല, ആത്മീയത്തിൽ ആഴ്ന്നിറങ്ങിയുള്ള വലിയൊരു അനുഗ്രഹമാണ് ദൈവം അധികാരത്തിലൂടെ സ്വായത്തമാക്കി നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. ആ ഒരു മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ആ അധികാരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ എല്ലാവരെയും ആ അധികാരത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.